സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ ക്രിസ്തുവിലെ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ്. അതെ, ലോകം നൽകുന്ന വലിയ വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനപ്പുറം ഒരു സത്യം തേടിപ്പോയ ഒരാളുടെ കഥ. മോൺസറാത്ത് മെദീന മാർട്ടിനസ് എന്ന ദൈവദാസി. ശരിയാണ്. സങ്കീർത്തനം 63:1 ഓർമ്മ വരുന്നു അല്ലേ? ദൈവമേ, അങ്ങാണെന്റെ ദൈവം, ഞാൻ തീക്ഷ്ണമായി അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ആ ഒരു ദാഹം. അതെ. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും എന്താണ് തേടുന്നത്? ആ തേടുന്നതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ ദാഹം മാറുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താൻ ഒരുപക്ഷെ മോൺസറാത്തിന്റെ ഈ യാത്ര നമ്മളെ സഹായിച്ചേക്കും. തീർച്ചയായും. അവരുടെ ആ ലൗകിക നേട്ടങ്ങളൊന്ന് നോക്കൂ. എന്തൊരു അസാധാരണ കഴിവുകളായിരുന്നു. സ്പെയിനിലെ ഏറ്റവും വലിയ അക്കാഡമിക് ബഹുമതി എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗില് അത് തന്നെ. പിന്നെ സ്റ്റാൻഫോർഡിൽ നിന്ന് ഡോക്ടറേറ്റ്, അതും ഇരട്ട സ്കോളർഷിപ്പോടെ. കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സിലെ ലോകം ശരിക്കും ഉറ്റുനോക്കുന്ന നേട്ടങ്ങൾ. തീർന്നില്ലല്ലോ, സിലിക്കൺ വാലിയിൽ സ്വന്തമായ ഒരു സ്റ്റാർട്ടപ്പ്. അതെ, ജെറ്റ്ലോർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ. എന്നിട്ട് അത് പേപാലിന് വിറ്റു, ദശലക്ഷങ്ങൾക്ക്. വെറും 34 വയസ്സിൽ ഡിലോയിറ്റ് പോലുള്ളൊരു വലിയ കമ്പനിയിൽ പാർട്ട്ണറായി. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും തോന്നും ഇതാണ് വിജയം, അല്ലേ? എല്ലാം നേടി. പക്ഷേ ആ വിജയങ്ങളുടെ എല്ലാം നടുവില് അവരനുഭവിച്ചതെന്തായിരുന്നു? വലിയൊരു ശൂന്യത. അതാണ് പ്രധാനം. അതെ. മത്തായി 16:26 കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൻ അവൻ എന്തു പ്രയോജനം? ആ ചോദ്യം അവരുടെ ഉള്ളിൽ വല്ലാതെ അലയടിച്ചു കാണണം. ആ തിരിച്ചറിവാണ് അവരെ ഒരു തുറന്നു പറച്ചിലിലേക്ക് നയിച്ചത്. സഹപ്രവർത്തകർക്ക് എഴുതിയ ആ കത്ത്, അതിലവർ സമ്മതിക്കുന്നുണ്ട്. എന്താണ് സമ്മതിച്ചത്? ദൈവം തന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നില്ല എന്ന്. ദൈവം കൊടുത്ത കഴിവുകൾ അത് സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിച്ചു എന്ന്. ലോകം പറയുന്ന വിജയത്തിന് പിന്നാലെ ഓടിയതിലെ ഒരു വ്യർത്ഥത അവർ തിരിച്ചറിഞ്ഞു. ശരിയാണ്. സഭാപ്രസംഗി പറയുന്നത് പോലെ, പണത്തെ സ്നേഹിക്കുന്നവന് പണം കൊണ്ടും സമ്പത്തിനെ സ്നേഹിക്കുന്നവന് വരുമാനം കൊണ്ടും ഒരിക്കലും തൃപ്തി വരികയില്ല. എത്ര സത്യം! ഈ ലോകത്തിലെ ഒന്നും, അല്ലേ, നമ്മുടെ ആത്മാവിന്റെ ആ ദാഹം തീർക്കാൻ പര്യാപ്തമല്ല. ആ ഒരു തകർച്ചയുടെ, ആ ശൂന്യതയുടെയൊക്കെ നടുവിലാണ് ദൈവകൃപ അവരെ സ്പർശിക്കുന്നത്. അവിടെയാണ് മാറ്റം വരുന്നത്. അതെ. 1 യോഹന്നാൻ 1:9 ആ വാഗ്ദാനം, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. ശുദ്ധീകരണം. ആ ക്ഷമയും കൃപയുമാണ് അവരെ ആ വലിയ തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്തൊരു തീരുമാനം! ചിന്തിക്കാൻ പോലും പ്രയാസം. ഇത്രയും വലിയ ജോലി, പദവി, സമ്പത്ത് എല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് ഒരു അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേരുക, ഒരു കന്യാസ്ത്രീയായിട്ട്. മത്തായി 13:44 ഓർമ്മ വരുന്നു. ആ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി. അതെ, അത് കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. മോൺസറാത്തിന് ക്രിസ്തുവായിരുന്നു ആ നിധി. ആ നിധിക്ക് വേണ്ടി മറ്റെല്ലാം വേണ്ടെന്ന് വയ്ക്കാൻ അവർ തയ്യാറായി. ഇന്നത്തെ ലോകത്തിൽ ശരിക്കും ഇതൊരു വലിയ സാക്ഷ്യമാണ്. കാരണം ലോകം എപ്പോഴും സമ്പത്തിനും പ്രശസ്തിക്കും പിന്നാലെയാണ്. അവിടെയാണ് പ്രാർത്ഥനയുടെയും ഏകാന്തതയുടെയും ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ് ലോകത്തിന്. മർക്കോസ് 10 ആ ധനികനായ യുവാവിനെ ഓർക്കുന്നില്ലേ? എല്ലാം വിറ്റ് തന്നെ അനുഗമിക്കാൻ യേശു പറഞ്ഞപ്പോൾ അവൻ ദുഃഖിച്ച് തിരിച്ചുപോയി. അവനതിന് കഴിഞ്ഞില്ല. പക്ഷേ മോൺസറാത്ത് വർഷങ്ങൾ നീണ്ടൊരു മടിയും സമരവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. തീർച്ചയായും. പക്ഷേ ഒടുവിൽ അവർ അതേ എന്ന് പറഞ്ഞു. ദൈവഹിതത്തിന് കീഴടങ്ങി. ആ കീഴടങ്ങലിൽ അവർ കണ്ടെത്തിയതാണ് യഥാർത്ഥ സമാധാനം. അതെ, യോഹന്നാൻ 16:33 യേശു പറയുന്ന ആ സമാധാനം, ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം. ലോകത്തിൽ നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആ ഒരുറപ്പ് ഇപ്പോൾ അവരെ മുന്നോട്ട് നയിക്കുന്നത് ഒരൊറ്റ ആഗ്രഹമാണ്: ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക. അതെ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ. പൗലോസ്ലീഹ പറയുന്ന ആ ഒരു ബോധ്യം അവർക്കുണ്ട്. 2 തിമോത്തിയോസ് 1:12 ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം, അവൻ ശക്തനാണ്, എനിക്ക് ബോധ്യമുണ്ട്. ആ ഉറച്ച വിശ്വാസം അവരുടെ ഇപ്പോഴത്തെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ്. ഈ ലോകത്തിനു വേണ്ടിയുള്ള ഒരു നിശബ്ദ സമർപ്പണം. ശരിയാണ്. റോമർ 8:28 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. മോൺസറാത്തിന്റെ ഈ ധീരമായ സമർപ്പണം അത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ദൈവം തന്ന കഴിവുകൾ അവിടുത്തെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ, യഥാർത്ഥ ജീവിതം കണ്ടെത്താൻ. അതെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയദാസി മോൺസറാത്തിന്റെ ഈ ജീവിത സാക്ഷ്യത്താൽ പ്രചോദിതരായി ഞങ്ങളിപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പിതാവേ, ലൗകികമായ നേട്ടങ്ങൾക്കുപരിയായി അങ്ങയുടെ സ്നേഹമാകുന്ന ആ വലിയ നിധി, ആ നിത്യനിധി കണ്ടെത്താൻ, എല്ലാം ഉപേക്ഷിക്കാൻ അവൾ കാണിച്ച ആ വലിയ ധൈര്യത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, സത്യം പറഞ്ഞാൽ ഞങ്ങളും പലപ്പോഴും ഈ ലോകത്തിന്റെ നിഴലുകൾക്ക് പിന്നാലെ പോകാറുണ്ട്. ധനം, പദവി, പ്രശംസ, ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലെ ആ ശൂന്യത നികത്താൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. മോൺസറാത്തിനെ പോലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങൾ, കഴിവുകൾ, അതൊക്കെ ഞങ്ങളുടെ സ്വന്തം നേട്ടങ്ങൾക്കായി, ഞങ്ങളുടെ പേരിനുവേണ്ടി ഉപയോഗിച്ച്, ധനത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും തൃപ്തി വരില്ലെന്നുള്ള സത്യം മറന്നുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും അങ്ങയിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുമ്പോൾ എല്ലാ അനീതികളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കും എന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ദൈവമേ, മോൺസറാത്തിന്റെ ഹൃദയത്തിൽ അങ്ങ് ജ്വലിപ്പിച്ച അതേ തീ, എല്ലാത്തിനുമുപരിയായി അങ്ങയെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ആ തീവ്രമായ ആഗ്രഹം, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജ്വലിപ്പിക്കണമേ. മുന്നോട്ടുള്ള വഴികൾ ഞങ്ങൾക്ക് വ്യക്തമല്ലാതിരിക്കുമ്പോഴും ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് മോൺസറാത്തിനെ പോലെ പൂർണ്ണ ബോധ്യത്തോടെ പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിന് തരാൻ കഴിയാത്ത അങ്ങയുടെ സമാധാനം കണ്ടെത്താൻ, ഈ ലോകത്തിന്റെ ബന്ധനങ്ങളെ ഉപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ മാത്രം അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, വിജയങ്ങളുടെ നടുവിലും വലിയ ശൂന്യത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ അങ്ങയുടെ പക്കൽ സമർപ്പിക്കുന്നു. അവരെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഞങ്ങളുടെ മഹത്വത്തിനല്ല, അങ്ങയുടെ മഹത്വത്തിനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങൾ ഉപയോഗിക്കാൻ, ഞങ്ങളുടെ സ്വന്തം സാമ്രാജ്യങ്ങളല്ല, അങ്ങയുടെ രാജ്യം പണിയാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. മോൺസറാത്തിന്റെ ഈ സമർപ്പണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് സകലതും നന്മയ്ക്കായി മാറ്റുന്നു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെയും സേവനത്തിന്റെയും ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. അനുഗ്രഹീതനായ കർത്താവെ, മോൺസറാത്തിനും ഇതുപോലെ നിശബ്ദനായ ഭക്തിയിൽ അങ്ങേക്കുവേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച മറ്റെല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം അങ്ങ് ശക്തിപ്പെടുത്തണമേ. അവരുടെ പ്രാർത്ഥനകൾ ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്കായി അങ്ങയുടെ സന്നിധിയിൽ ഉയരട്ടെ. കർത്താവെ, അങ്ങയുടെ ഇഷ്ടത്തിന് എപ്പോഴും അതേയെന്നു പറയാനും അങ്ങയിൽ മാത്രം ഞങ്ങളുടെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനും ഞങ്ങളെയും അങ്ങ് നയിക്കണമേ. ഞങ്ങളുടെ ഏകദൈവമായ അങ്ങേ ഞങ്ങൾ എന്നേക്കും സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അനുഭവങ്ങൾ, നിങ്ങളുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ, അതൊക്കെ ഞങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്കൊരു വെളിച്ചവും പ്രചോദനവുമാകും. അതെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. ഒന്നുകൂടി പറയാം, soulfulscriptureseveryday@gmail.com. നിങ്ങൾ അയച്ചു തരുന്ന ആ സാക്ഷ്യങ്ങൾ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. തീർച്ചയായും. ദൈവത്തിന് സ്തുതി.